നല്ല ആരോഗ്യമുള്ളവരായിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ശീലങ്ങൾ വേണം അല്ലെ. അപ്പൊ എന്തൊക്കെയാണ് ഈ നല്ല ശീലങ്ങൾ അഥവാ ഗുഡ് ഹാബിറ്റ്സ് എന്ന് പറയുന്നത്? അതിനെ കുറിച്ചിട്ടാണ് മിസ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പൊ എന്തൊക്കെയാണ് ആ നല്ല ശീലങ്ങൾ എന്നറിയാനായിട്ട് എല്ലാവർക്കും നല്ല ആഗ്രഹമില്ലേ? അപ്പൊ അത് മിസ് പറഞ്ഞു തരാം. അപ്പൊ ഇനി മിസ് പറയാൻ പോകുന്ന കാര്യങ്ങൾ എല്ലാവരും ഇതുവരെ ലൈഫിൽ അല്ലെങ്കിൽ നിത്യജീവിതത്തിൽ നിങ്ങൾ ചെയ്യാറില്ല എന്നൊക്കെ ആണെങ്കിൽ സാരമില്ല, പോട്ടെ, അതൊക്കെ നമുക്ക് മറക്കാം. ഇനിയുള്ള ദിവസങ്ങളിൽ മിസ്സിനിപ്പോ പറയാൻ പോകുന്ന കാര്യങ്ങൾ എല്ലാവരും നിർബന്ധമായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഇൻക്ലൂഡ് ചെയ്യണം. എല്ലാ ദിവസവും മിസ് പറയുന്ന ഈ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ നിത്യജീവിതത്തിൽ ഇനി അങ്ങോട്ടുള്ള എല്ലാ ദിവസവും ചെയ്യണം. റെഡിയാണോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ മിസ് ഓരോന്നായിട്ട് പറഞ്ഞുതരാം. അപ്പൊ അതിൽ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാ ദിവസവും നിങ്ങൾ നേരത്തോടെ കിടന്ന് ഉറങ്ങുകയും വേണം, അതേപോലെ തന്നെ നേരത്തോടെ എണീക്കുകയും വേണം. അതായത് ഇപ്പൊ ഒരു ഏകദേശം നിങ്ങൾ ഒരു 9 മണിയൊക്കെ ആകുമ്പോഴേക്കും കിടന്ന് ഉറങ്ങിക്കോ. കുഞ്ഞു മക്കളല്ലേ, അപ്പൊ നിങ്ങൾ ഒരു 9 മണിയൊക്കെ ആകുമ്പോഴേക്കും കിടന്ന് ഉറങ്ങിക്കോ. അതേപോലെ തന്നെ രാവിലെ ഒരു 7 മണിക്ക് നിങ്ങൾ എണീക്കാനായിട്ട് നോക്കുക. നിങ്ങൾക്ക് നല്ലോണം ഉറക്കം കിട്ടേണ്ട സമയമാണ്. നിങ്ങൾ എന്ത് ചെയ്യാ, ഒരു 9 മണിക്ക് കിടന്ന് ഉറങ്ങിക്കോ. എന്നിട്ട് രാവിലെ ഒരു 7 മണിക്ക് നിങ്ങൾ എണീക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, റെഡിയാണോ? അടുത്ത കാര്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും എന്ത് ചെയ്യണം? ടേക്ക് ബാത്ത് ഡെയിലി അല്ലെ. എല്ലാ ദിവസവും നിങ്ങൾ നന്നായിട്ട് കുളിക്കണം. സോപ്പൊക്കെ തേച്ച് നിങ്ങളുടെ ശരീരത്തിലെ എല്ലാ ഭാഗവും വൃത്തിയായിട്ട് വേണം കുളിക്കാനായിട്ട്. അപ്പൊ ദിവസം നിങ്ങൾ എന്ത് ചെയ്യണം? 2 വട്ടം കുളിക്കണം. നിങ്ങൾ സ്കൂളിൽ പോകുന്നതിന് മുന്നേ കുളിക്കണം. അതേപോലെ തന്നെ സ്കൂളിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അവിടെ പോയിട്ട് മണ്ണിലും പൊടിയിലൊക്കെ കളിച്ച് തീർത്തിട്ടായിരിക്കില്ലേ വരിക. അപ്പോഴേക്കും നമ്മുടെ ബോഡിയിൽ നിറയെ അഴുക്കായിട്ടുണ്ടാവും അല്ലെ. കുറേ മൈക്രോ ഓർഗാനിസംസ് നമ്മുടെ ശരീരത്തിൽ മൊത്തത്തിലുണ്ടാവും. അങ്ങനെ നമ്മൾ തിരിച്ചു വരുന്ന കഴിഞ്ഞാല് നേരെ അങ്ങനെ അഴുക്കും പൊടിയോട് കൂടിയിട്ട് നേരെ വന്നിട്ട് ബെഡിൽ വന്ന് കിടക്കാൻ പാടുണ്ടോ? പാടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? വന്നു കഴിഞ്ഞാല്, സ്കൂള് വിട്ട് വന്നു കഴിഞ്ഞാല് നമ്മൾ വീണ്ടും കുളിച്ചിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അപ്പൊ ദിവസം 2 നേരം കുളിക്കണം. ഓക്കെ. അടുത്ത കാര്യം ശ്രദ്ധിക്കേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാ ദിവസവും 2 നേരം നമ്മൾ പല്ല് തേക്കണം. നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുന്നേ നമ്മൾ പല്ല് തേക്കണം. അതേപോലെ തന്നെ രാത്രി ഡിന്നർ കഴിഞ്ഞതിന് ശേഷവും പല്ല് തേക്കണം. അല്ലെങ്കിൽ നോക്കി, നമ്മുടെ പല്ലിലൊക്കെ ഇതേപോലെ ഒത്തിരി ജേംസ് ഇങ്ങനെ വന്നിട്ട് നമ്മുടെ പല്ലിനെ ഇങ്ങനെ നശിപ്പിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ജേംസിനെ നമ്മുടെ വായക്കകത്ത് വളർത്തണോ? നിങ്ങൾ പെട്ടെന്ന് നോക്കി ഞാൻ കാണൂല എന്നുള്ള, പക്ഷെ ഭയങ്കരമായിട്ട് ഒത്തിരി ജേംസ് ഉണ്ടായിരിക്കും അതിൻ്റെ ഉള്ളിൽ. അപ്പൊ അങ്ങനെ ജേംസിനെ ഒന്നും നമ്മുടെ വായന്റെ ഉള്ളിൽ വളർത്തേണ്ട ആവശ്യമില്ല അല്ലെ. നമുക്ക് വയ്യായികളൊക്കെ വരില്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 2 നേരം രാവിലെ പല്ല് തേക്കാൻ, നമ്മുടെ ഫുഡ് കഴിക്കുന്നതിന് മുന്നും നമ്മൾ പല്ല് തേക്കണം. അതേപോലെ തന്നെ രാത്രി ഫുഡ് കഴിച്ചതിന് ശേഷവും നമ്മൾ പല്ല് തേക്കണം. റെഡിയാണല്ലോ? അടുത്ത കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, അപ്പൊ ഇതേപോലെ നമ്മുടെ പല്ലൊക്കെ നമ്മൾ ബ്രഷൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പല്ലൊക്കെ ഇതേപോലെ തിളങ്ങി അങ്ങനെ നിൽക്കും, നല്ല വെള്ളപ്പല്ലായിട്ട്. അപ്പൊ എല്ലാവരും പല്ലിന് നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് പുഴുപ്പല്ലൊക്കെ വരും. നമ്മൾ മിഠായിയൊക്കെ കഴിച്ചിട്ട് പല്ലൊക്കെ തേക്കാണ്ട് നടന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാവും? പുഴുപ്പല് വരും കേട്ടോ. അപ്പൊ പുഴുപ്പല്ലൊന്നും എന്റെ മക്കൾക്ക് ആർക്കും വരരുത്. എല്ലാവരുടെ പല്ലൊക്കെ നല്ല അടിപൊളിയായിരിക്കണം. അടുത്ത കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വാഷ് ഹാൻഡ്സ് ബിഫോർ ആൻഡ് ആഫ്റ്റർ എവറി മീൽ. നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുന്നും ഭക്ഷണത്തിന് ശേഷവും നമ്മൾ നന്നായിട്ട് കൈകള് സോപ്പ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട്, സോപ്പോ അല്ലെങ്കിൽ ഹാൻഡ് വാഷോ ഒക്കെ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് കഴുകണം. കൈയൊക്കെ കഴുകുമ്പോൾ വെറുതെ ചിലർ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് വെറുതെ പോയിട്ട് ഒരു പേരിന്, എന്തായാലും പറഞ്ഞതല്ലേ മിസ്, എന്നാ പിന്നെ ഒരു പേരിന് അങ്ങനെ ചെയ്തേക്കാന്ന് വെച്ചിട്ട് വെറുതെ അങ്ങോട്ട് പോയിട്ട് ജസ്റ്റ് ഒന്ന് കൈ ഇങ്ങനെ കാണിച്ചിട്ട് ഇങ്ങനെ വെള്ളം ജസ്റ്റ് ഒന്ന് നനപ്പിച്ചിട്ട് പോരരുത്. നമ്മൾ എന്ത് ചെയ്യണം? നന്നായിട്ട് വൃത്തിയായിട്ട് കൈയൊക്കെ കഴുകണം. ഓക്കെ. അപ്പൊ ഭക്ഷണം കഴിക്കുന്നതിന് മുന്നും കഴുകണം, ഭക്ഷണം കഴിച്ചതിന് ശേഷവും കഴുകണം. എന്നാലാണ്, അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും മൈക്രോ ഓർഗാനിസംസ്, രോഗാണുക്കളൊക്കെ അതിന്റെ ഉള്ളിലുണ്ടാവും. നമ്മുടെ കയ്യിൽ കൂടെ ഒക്കെ എന്ത് ചെയ്യും? നമ്മുടെ ഭക്ഷണത്തിൽ വരും. എന്നിട്ട് ആ രോഗാണുക്കളൊക്കെ മൊത്തത്തിൽ നമ്മൾ അങ്ങ് കഴിക്കും. അപ്പൊ അതൊന്നും വേണ്ട. നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുന്നും ശേഷവും കൈ കഴുകണം. പിന്നെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല ഭക്ഷണം കഴിക്കണം. ഈറ്റ് ഹെൽത്തി ഫുഡ്. നമ്മളിങ്ങനെ ലേസും അതേപോലെ തന്നെ ജങ്ക് ഫുഡ്സും ഒക്കെ പുറത്തുനിന്ന് വാങ്ങി കഴിക്കരുത്. അതൊക്കെ മാക്സിമം കുറയ്ക്കാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നല്ലോണം ഫ്രൂട്ട്സും വെജിറ്റബിൾസും മുട്ടയും പാലും ഇതൊക്കെ എന്ത് ചെയ്യണം? ഇതൊക്കെ നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തണം. അപ്പൊ ഇനി ആരും അയ്യോ പാല് വേണ്ട അമ്മേ, പാല് വേണ്ട, എനിക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് വാശിയൊന്നും പിടിച്ച് നടക്കരുത്. എന്റെ മക്കൾ എന്ത് ചെയ്യണം? അതൊക്കെ നമ്മൾ നല്ല സ്ട്രോങ് ആവണ്ടേ, സ്ട്രോങ് ബോയ് സ്ട്രോങ് ഗേൾ ആവണ്ടേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നല്ലോണം മുട്ടയും പാലും ഇതൊക്കെ നമ്മൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. എന്നാലാണ് നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള മക്കളായിട്ട് മാറുള്ളൂ. ഓക്കെ. അപ്പൊ അതൊക്കെ ചെയ്യണം കേട്ടോ. നല്ല ഹെൽത്തി ഫുഡ് കഴിക്കണം. അതേപോലെ തന്നെ എപ്പോഴും നല്ലോണം വെള്ളം കുടിക്കാം. എപ്പോഴും നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് നിൽക്കുക. അപ്പൊ അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുന്ന വെച്ചാല് നമ്മൾ ഡീഹൈഡ്രേഷൻ സംഭവിക്കും. അതായത് നമുക്ക് പെട്ടെന്ന് വെള്ളത്തിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലെ ആക്ടിവിറ്റീസ് ഒന്നും മര്യാദയ്ക്ക് നടക്കില്ല. നമ്മൾ എന്ത് ചെയ്യണം? നല്ലോണം വെള്ളം കുടിക്കണം. വെള്ളം കുടിച്ചാലാണ് നമ്മൾ നല്ല എനർജിയിൽ അങ്ങോട്ട് നടക്കാൻ പറ്റുള്ളൂ.
അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ എനർജി ഒക്കെ മൊത്തത്തിൽ പോയിപ്പോകും. പിന്നെ അതുപോലെ തന്നെ ഫിനിഷ് യുവർ മീൽ. ഇതാണ് നിങ്ങളോട് പറയാനുള്ള മിസ്സിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾ എന്ത് ചെയ്യണം? ഭക്ഷണം നമുക്ക് തുടക്കത്തിലൊരു ആവേശമായിരിക്കും അല്ലേ? തുടക്കത്തിൽ ഭയങ്കര ആവേശത്തിൽ നമ്മൾ ഫുഡൊക്കെ കഴിക്കും. പിന്നെ കഴിഞ്ഞാൽ പകുതിയായി കഴിഞ്ഞാൽ മതിയമ്മേ പറഞ്ഞിട്ട് നമ്മൾ മാറ്റി വെക്കും അല്ലേ? അപ്പൊ അങ്ങനെ ചെയ്യരുത്. നമ്മൾ എന്ത് ചെയ്യാ? നമുക്ക് തന്നിട്ടുള്ള ഭക്ഷണം നമ്മൾ മൊത്തത്തിൽ കഴിച്ചു തീർക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് വേണ്ട ഭക്ഷണം നമ്മൾ എടുത്തിട്ട് എന്ത് ചെയ്യാ? മൊത്തത്തിൽ ആ പ്ലേറ്റിലുള്ള മൊത്തത്തിലുള്ള ഭക്ഷണം നമ്മൾ കഴിച്ചു തീർക്കണം കേട്ടോ. അപ്പൊ ഒരിക്കലും ഫുഡ് വേസ്റ്റ് ആക്കി കളയരുത്. മൊത്തത്തിൽ ആ ഭക്ഷണം കഴിക്കാം. പിന്നെ അതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഡെയിലി നിങ്ങൾ രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരമൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? എക്സസൈസ് ചെയ്യുക. അതേപോലെ നിങ്ങൾ കളിക്കേണ്ട പ്രായമാണല്ലേ, അപ്പൊ നിങ്ങൾ ധൈര്യമായിട്ട് ഗ്രൗണ്ടിൽ ഇറങ്ങി അങ്ങ് കളിച്ചു നോക്കണേ. അപ്പൊ ധൈര്യമായിട്ട് കളിക്കണം. പെൺപിള്ളേരായാലും ആൺപിള്ളേരായാലും എല്ലാവരും എന്ത് ചെയ്യണം? നല്ല കുട്ടികളായിട്ട് കളിച്ച് ഉല്ലസിച്ച് നടക്കേണ്ട പ്രായമാണ്. ഒപ്പം തന്നെ എന്ത് ചെയ്യുക? എക്സസൈസും ചെയ്യുക. അപ്പൊ രാവിലെ എക്സസൈസ് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നല്ല എനർജി ആയിട്ട് നമുക്ക് ഇരിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ എക്സസൈസ് ആരും മുടക്കരുത്. രാവിലെ കുട്ടി എക്സസൈസ് ഒക്കെ ചെയ്താൽ മതി. നിങ്ങളെല്ലാവരും കുഞ്ഞുമക്കളല്ലേ, അപ്പൊ കുഞ്ഞുമക്കൾക്ക് കുട്ടി എക്സസൈസ് ഒക്കെ ചെയ്താൽ മതി കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഈ മുടിയൊക്കെ ഒരുമാതിരി ചെടയൊക്കെ പിടിച്ചിങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഒരു രസം ഉണ്ടാവില്ല നമ്മളെ കാണാനായിട്ട് അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? മുടി ആ ചെടയൊക്കെ നമ്മൾ ഒരു കോമ്പ് ഉപയോഗിച്ച് നമ്മൾ ചീകി നമ്മൾ എന്ത് ചെയ്യണം? വൃത്തിയാക്കണം. അപ്പൊ എല്ലാ ദിവസവും ഒരു 2 ദിവസം നമ്മൾ എന്ത് ചെയ്യണം? 2 നേരം നമ്മൾ മുടി വൃത്തിയാക്കണം അല്ലെ? ചീകി വൃത്തിയാക്കണം കേട്ടോ. അപ്പൊ ആരും ഇങ്ങനെ പെൺപിള്ളേരോട് മിസ്സിന് പ്രത്യേകിച്ച് പറയാനുള്ളത്, അല്ലെങ്കിൽ ഭയങ്കര വൃത്തിയായിട്ട് നമ്മുടെ മുടിയൊക്കെ എടുക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നല്ല കുട്ടികളാവണം അല്ലേ? നല്ല കുട്ടികളാവണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നല്ല വൃത്തിക്ക് നടക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് 2 നേരം നമ്മൾ മുടിയൊക്കെ ചീകി വൃത്തിയാക്കണം. എന്നാലും നമ്മളെ കാണാൻ നല്ല ഭംഗി ഉണ്ടാവുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നിങ്ങളിപ്പോ സ്വന്തമായിട്ട് ഡ്രസ്സ് വാഷ് ചെയ്യാറായിട്ടുള്ള പ്രായമൊന്നും ആയിട്ടുണ്ടാവില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം? നിങ്ങൾ അമ്മമാര് നമ്മുടെ ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യൂലേ? അപ്പൊ അവര് മൊത്തത്തിൽ നമ്മൾ ചെയ്തോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇരിക്കാൻ പാടുണ്ടോ? പാടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അവരെ പോയിട്ട് സഹായിക്കണം നമ്മുടെ ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാനായിട്ട്. അപ്പൊ ഈ ഒരു പ്രായത്തിൽ നമ്മൾ എന്ത് ചെയ്യാ? ചെറുതായിട്ട് എന്തെങ്കിലും കഴുകാനോ പിടിക്കാനോ അല്ലെ, അത് ഉണക്കാനൊക്കെ നമ്മൾ എന്ത് ചെയ്യാ? ജസ്റ്റ് ചെറുതായിട്ട് കൊണ്ടുപോയിട്ട് അമ്മേനെ പോയിട്ട് സഹായിക്കാം. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞ് നിങ്ങൾ വലുതായി കഴിഞ്ഞാലും നിങ്ങൾ നിങ്ങളുടെ ഡ്രസ്സൊക്കെ സ്വന്തമായിട്ട് വാഷ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ? അമ്മേനെയൊക്കെ പോയിട്ട് സഹായിക്കാം. പിന്നെ എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യാ? വെയർ ക്ലീൻ ക്ലോത്ത്സ്. ഒരിക്കലും മുഷിഞ്ഞതോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് എന്തെങ്കിലും ബാഡ് സ്മെല്ല് വരുന്നതോ അല്ലെങ്കിൽ ആകപ്പാടെ പൊടി പിടിച്ചതോ ആയിട്ടുള്ള ഡ്രസ്സസ് ഒന്നും നിങ്ങൾ ഇടരുത്. നിങ്ങൾ എന്ത് ചെയ്യാ? നല്ല വൃത്തിയുള്ള ക്ലീൻ ആയിട്ടുള്ള ഡ്രസ്സസ് നിങ്ങൾ ഇടാം. അല്ലെങ്കിൽ നമ്മൾ ബാഡ് ഗേൾസും ബാഡ് ബോയ്സും ആയി പോകൂല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? നമ്മൾ അങ്ങനെയൊന്നും ആവരുത്. നല്ല കുട്ടികളായിട്ട് എപ്പോഴും നല്ല ടിപ് ടാപ്പായിട്ട് നല്ല കുട്ടികളായിട്ട് നല്ല മുടിയൊക്കെ ചീകി വൃത്തിയാക്കി നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നടക്കാം കേട്ടോ. അതായത് ഉള്ള ഡ്രസ്സ് നല്ല ക്ലീൻ ആയിട്ട്. എപ്പോഴും പുതിയ ഡ്രസ്സ് മാത്രം ഇടാൻ പാടുള്ളൂ എന്നല്ല മിസ് പറഞ്ഞത്. ഇടുന്ന ഡ്രസ്സ് നല്ല വൃത്തിക്ക് അല്ലെ, നല്ല മുഷിയാത്ത അല്ലെ വൃത്തികേടായിട്ടുള്ള ഡ്രസ്സസ് ഒന്നും ഇടാതെ നല്ല വൃത്തിയുള്ള ഡ്രസ്സസ് ഇടാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും നിങ്ങൾ നിങ്ങളുടെ നഖം ഡെയിലി ക്ലീൻ ചെയ്യുക. അതേപോലെ തന്നെ ഡെയിലി അത് ട്രിം ചെയ്യുക. നഖമൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ വളർത്തി കൊണ്ട് നടക്കരുത്. അപ്പൊ എന്ത് ചെയ്യുന്ന വെച്ചാൽ നഖത്തിന്റെ ഇടയിലൊക്കെ ഒത്തിരി അഴുക്ക് പറ്റി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അഴുക്ക് പറ്റി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാനില്ല. അതിന്റെ ഉള്ളിൽ കുറെ ജേംസ് ഉണ്ടാകും. അത് നമുക്ക് അസുഖം ഉണ്ടാക്കും. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? ഫുഡൊക്കെ കഴിക്കുമ്പോൾ ആ അഴുക്കൊക്കെ നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പോകും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നഖം ഡെയിലി നമ്മൾ വൃത്തിയാക്കണം. പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നെവർ വേസ്റ്റ് ഫുഡ് ആൻഡ് വാട്ടർ. ഒരിക്കലും നമ്മൾ ഭക്ഷണവും അതുപോലെ തന്നെ വെള്ളവും നമ്മൾ പാഴാക്കരുത്. നമ്മൾ പല്ലൊക്കെ തേക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ പൈപ്പ് അങ്ങോട്ട് ഓണാക്കി അങ്ങോട്ട് ഇടും അല്ലെ? എന്നിട്ട് പൈപ്പിൽ കൂടെ ഇങ്ങനെ വെള്ളമൊക്കെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. നമ്മൾ ശ്രദ്ധിക്കുകയില്ല. അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഇല്ല. നമ്മൾ പല്ല് തേക്കുമ്പോൾ എന്ത് ചെയ്യാ? ആ തേക്കുന്ന സമയത്ത് വെള്ളം ഉപയോഗിക്കാത്ത സമയത്ത് ടാപ്പ് അങ്ങോട്ട് ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഫുഡൊക്കെ വെറുതെ കുറെ വാരി എടുത്തിട്ട് അത് എന്ത് ചെയ്യാൻ പാടില്ല. ഓക്കെ, നമ്മൾ വേസ്റ്റ് ആക്കാനായിട്ട് പാടില്ല. അതേപോലെ തന്നെ നമ്മൾ ഡസ്റ്റ്ബിൻ ഉപയോഗിക്കുക. അപ്പൊ ഡസ്റ്റ്ബിനിൽ നമ്മുടെ എന്തെങ്കിലും വേസ്റ്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പേപ്പർ ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും പ്ലാസ്റ്റിക് ആയിട്ട് നമ്മൾ കഴിച്ച മിഠായിന്റെ കുഞ്ഞു കടലാസ് ആയിക്കോട്ടെ എല്ലാതും നമ്മൾ എന്ത് ചെയ്യാം? ഈ ഡസ്റ്റ്ബിനിൽ കൊണ്ടുപോയിട്ട് ഇടാം. അതേപോലെ തന്നെ നമ്മുടെ ചുറ്റുപാട്, നമ്മുടെ സ്കൂൾ ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ വീടായിക്കോട്ടെ എല്ലാതും നമ്മൾ നല്ല ക്ലീൻ ആയിട്ട് കൊണ്ടു നടക്കുക. നമ്മളെ കൊണ്ട് പറ്റാവുന്ന പോലെയൊക്കെ വീടൊക്കെ എന്ത് ചെയ്യുക? ചെറുതായിട്ട് നമ്മുടെ ഭാഗമൊക്കെ നമുക്ക് അറിയാവുന്ന നമ്മൾ എന്ത് ചെയ്യുക? ഒരു കുഞ്ഞു ചൂലൊക്കെ എടുത്തിട്ട് ചെറുതായിട്ട് ഇങ്ങനെ വൃത്തിയാക്കിയിട്ട് ആ ഭാഗം നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ട് വെക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ റൂം
നമ്മുടെ റൂമിന്റെ കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. അതിലിങ്ങനെ മാറാലിയും അതുപോലെ തന്നെ കുട്ടി കുട്ടി വണ്ടുകളും ഉറുമ്പുകളും ഇതൊക്കെ വന്നിട്ട് ഇങ്ങനെ നിറയാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ റൂം നല്ല ക്ലീൻ ആക്കി വെക്കണം. വേണമെന്നുണ്ടെങ്കിൽ അമ്മയുടെ കുറച്ച് സഹായം തേടിക്കോ. അപ്പൊ അമ്മയുടെയും കൂടി സഹായത്തോടു കൂടി, അമ്മയുടെയോ അച്ഛന്റെയോ ആരുടെ സഹായത്തോടു കൂടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം? നിങ്ങളുടെ റൂം എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കാം. അതേപോലെ തന്നെ നമ്മൾ പഠിക്കാനിരിക്കുന്ന ആ ടേബിൾ നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ ഇതേപോലെ ഇങ്ങനെ വലിച്ചു വാരി കിടന്നു കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് ഒക്കെ പോയി പോകും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പഠിക്കാനുള്ള ടേബിൾ ഒക്കെ എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം, വെൽ ഓർഗനൈസ്ഡ് ആയിരിക്കണം. എന്നാലാണ് നല്ല കുട്ടികളായിട്ട് നല്ല ഉഷാറോട് കൂടി നമുക്ക് പഠിച്ചെടുക്കാനായിട്ട്, വേഗം തന്നെ കാര്യങ്ങൾ ഗ്രഹിച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? എപ്പോഴും നമ്മളിങ്ങനെ, നിങ്ങൾക്കൊരു ശീലം ഉണ്ട് അല്ലേ? നമ്മുടെ ബുക്കൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ വെറുതെ വരച്ചിങ്ങനെ എന്തൊക്കെയോ വരച്ചിങ്ങനെ കോറിയിടും. അതേപോലെ തന്നെ എന്തൊക്കെയോ തോന്നിയതൊക്കെ ഇങ്ങനെ എഴുതിയിടും. ചിലപ്പോൾ പേപ്പറൊക്കെ അങ്ങോട്ട് കീറിക്കളയും. അങ്ങനെ പേപ്പർ ചുരുട്ടുക, മറിക്കുക, അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മുടെ നോട്ട്ബുക്കിനോടും ടെക്സ്റ്റ് ബുക്കിനോടൊക്കെ നമ്മൾ ചെയ്യില്ലേ? ഭയങ്കര അക്രമമാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. നിങ്ങൾ എന്ത് ചെയ്യണം? നോട്ട്ബുക്കും ടെക്സ്റ്റ് ബുക്കും ഒക്കെ നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കണം. നല്ല വൃത്തിക്ക് നിങ്ങൾ എന്ത് ചെയ്യുക? വൃത്തിക്ക് അതിലൊക്കെ എഴുതാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പൊ അങ്ങനെ നമ്മൾ വെൽ ഓർഗനൈസ്ഡ് ആയിട്ടൊക്കെ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ നോട്ട്ബുക്ക് ഒക്കെ നല്ല ക്ലീൻ ആയിരിക്കും. അതേപോലെ തന്നെ നിങ്ങളുടെ ടോയ്സ് വീട്ടിൽ ഒത്തിരി ടോയ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ ടോയ്സ് ഒക്കെ ഇതേപോലെ ഇങ്ങനെ വലിച്ചു വാരി കെടുത്തരുത്. നിങ്ങൾ എന്ത് ചെയ്യണം? അതൊക്കെ നല്ലോണം വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് കറക്റ്റ് ആയിട്ടുള്ള അറേഞ്ച്മെന്റിൽ നിങ്ങൾ വെക്കാം. അപ്പൊ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്വഭാവം നിങ്ങൾ വളർത്തിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളുടെ ലൈഫിൽ നല്ലോണം ബാധിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ നല്ല കുട്ടികളായിട്ട് അങ്ങനെ നിങ്ങൾക്ക് വളരാനായിട്ട് പറ്റും. അപ്പൊ എല്ലാവരും നല്ല വൃത്തിക്ക് ഇപ്പൊ മിസ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ കാര്യങ്ങളൊക്കെ ഇനി മുതലുള്ള എല്ലാ ദിവസവും നിങ്ങൾ നിങ്ങളുടെ നിത്യജീവിതത്തിൽ, അത് നിങ്ങളുടെ റിയൽ ലൈഫിൽ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പൊ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്റെ മക്കളെ എല്ലാവരും നല്ല ഗുഡ് ബോയും ഗുഡ് ഗേളും ആയിട്ട് മാറുന്നുള്ള കാര്യത്തിൽ മിസ് ഉറപ്പാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വീട്ടിലെല്ലാവരും ട്രൈ ചെയ്യല്ല, ഇത് എന്തായാലും ചെയ്തിരിക്കണം. ഓക്കെ, അപ്പൊ മിസ് പറഞ്ഞത് എല്ലാവരും കേൾക്കുമല്ലോ. അപ്പൊ ഇനി മുതൽ എല്ലാ ദിവസവും ഇതേപോലത്തെ ഈ ശീലങ്ങളൊക്കെ നിങ്ങളുടെ എല്ലാവരുടെയും റിയൽ ലൈഫിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാവർക്കും നല്ല കുട്ടികളായിട്ട് നടക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.